ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ടിൽ പട്ടയും വരുന്ന ചുരിദാറിന്റെ പാന്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു ബെൽ ബോട്ടം പോലത്തെ പാന്റാണ് കേട്ടോ. ആ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഇതേപോലെ ഒരു പാന്റ് തയ്ച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ബാൻഡ് എങ്ങനെ വെച്ചുപിടിപ്പിക്കാമെന്ന്. ജോയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് ഭാഗം അളന്ന് നോക്കിയപ്പോൾ വൺ സൈഡ് 21.5 ഇഞ്ച് കിട്ടി. ഇനി ഇതേപോലെ 4 ഇഞ്ചിന്റെ ഇതേപോലെ ഒരു പീസ് എടുക്കുക. അതിന്റെ നീളം എന്ന് പറയുന്നത് 21.5 × 2 43 ഇഞ്ചാണ്. എനിക്കിവിടെ ഫുൾ ലെങ്ത് കിട്ടിയില്ല, ഒരു ചെറിയ പീസ് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വേസ്റ്റിന്റെ പകുതി എനിക്കിവിടെ 15 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതേപോലെ ഒരു കോളർ സ്ട്രിപ്പ് എടുക്കുക. പിന്നെ 15 ഇഞ്ചിന്റെ ഇതേപോലെ 1.5 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കും എടുത്തു വെക്കാം. കോളർ സ്ട്രിപ്പിന്റെ വീതിയും 1.5 ഇഞ്ചാണ് കേട്ടോ. 4 ഇഞ്ച് വീതിയുള്ള പട്ട ആദ്യം രണ്ടായിട്ട് മടക്കുക. അതിനുശേഷം ഒരു സൈഡിന്റെയും കൂടി സെന്റർ കണ്ടുപിടിക്കുക. പിന്നെ ആ കോളർ സ്ട്രിപ്പിന്റെയും ഇതേപോലെ തന്നെ സെന്റർ കണ്ടുപിടിച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇനി പട്ട ഇതേപോലെ 4 ഇഞ്ച് കനത്തിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞേക്കണം നമ്മുടെ പാന്റിന്റെ മുകളിലേക്ക് ഇതേപോലെ പട്ട വെച്ച് കൊടുക്കുക. പാന്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ പട്ടയുടെയും ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ജോയിൻ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിവിടെ ഫ്രണ്ടിലേക്ക് മടക്കിയിട്ടാണ് പട്ട ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ മടക്കിയിട്ട് ഈ സൈഡ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് ആകെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ആ സ്ട്രിപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് വെച്ച് കൊടുക്കേണ്ടത്. പട്ട നമ്മൾ 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗം ഫ്രണ്ടിലേക്കാണ് വരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് വശമാണ് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വരില്ല. അപ്പം നിങ്ങൾ വീഡിയോസ് നല്ല രീതിയിൽ കാണുകയും ചെയ്യുക. പിന്നെ ഒന്നും കൂടി സ്ലോ ആക്കിയിട്ട് ഒന്നും കൂടി കണ്ടു നോക്കാം. നമ്മൾ ഈ 1/2 ഇഞ്ച് മടക്കിയത് ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിലത്തെ ബാൻഡ് കിട്ടും കേട്ടോ. 1.5 ഇഞ്ചിന്റെ എലാസ്റ്റിക് കയറ്റാനായിട്ട് 1.5 × 2 + 1 ആണ്. അതായത് 4 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി പിടിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കി 1.5 ഇഞ്ച് ഉണ്ടോന്ന്. 1.5 ഇഞ്ചിന്റെ എലാസ്റ്റിക് കയറാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ച് മടക്കിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇനി ഇതേപോലെ ഫ്രണ്ടിലാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് വരുന്നത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ. ബാക്ക് സ്റ്റിച്ച് അടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ 2 സൈഡിലും ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ആ പട്ട വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ നമ്മുടെ കോളർ സ്ട്രിപ്പ് വെച്ചിട്ടില്ലേ, അതിൻ്റെ 2 സൈഡിലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക് കയറ്റണത്. പിന്നെ ആ ഗ്യാപ്പിൽ കൂടി പിന്നെ ഇതേപോലെ ഉരുടുത്തതിന് ശേഷം ആ ക്യാൻവാസിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വേണം കേട്ടോ ഇലാസ്റ്റിക് അടിച്ചു പിടിപ്പിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻവാസിൽ സ്റ്റിച്ച് കൊണ്ടില്ലെങ്കിൽ നമ്മൾ 2 അലക്കലക്കുമ്പോഴേക്കും ഇങ്ങോട്ട് ഊരിപ്പോരും കേട്ടോ. 2 സ്ഥലവും ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ. ക്യാൻവാസിൽ എന്തായാലും നമ്മൾ അടിച്ചിരിക്കും. ക്യാൻവാസിന് എന്താ ഞാൻ കോളർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞത്, എനിക്ക് എന്താണാവോ ക്യാൻവാസ് എന്ന് പറയാൻ പെട്ടെന്ന് കിട്ടൂല. ഇനി നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതേപോലെ എലാസ്റ്റിക് വലിച്ചിട്ട് അതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കുക. ഇനി കൈയും കൊണ്ട് നല്ല രീതിയിലൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം വലിച്ചു പിടിച്ചിട്ട് ഇലാസ്റ്റിക്കിന്റെ സെന്ററിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ ജയന്റെ പോലത്തെ ബെൽബോട്ടോട് റെഡി ആയിട്ടുണ്ട്. ഇലാസ്റ്റിക് വെച്ചുകൊണ്ട് തന്നെ ബാക്കിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലാണെങ്കിൽ നല്ല ഫിറ്റുമാണ്. ഈ പാന്റ് തയ്ക്കണതിന്റെ ഫുൾ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതിവിടെ താഴെ ഞാൻ കൊടുക്കാട്ടെ. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പോയി കാണാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.